ഭാര്യയെ നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് കരുണ തരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്ന് പരാതി പറയുകയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നൊരു പരാതി പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല നബിയേ, എന്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്റെ ഭാര്യ എന്നോട് കോപിക്കുകയാണ്, എന്നെ അനുസരിക്കാത്തൊരു സ്വഭാവം, എന്നെ അനുസരിക്കാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് ഒരു സ്വഹാബി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇസ്ബിർ മോനെ, നീ ക്ഷമിക്കണം മോനെ, നീ ക്ഷമിക്കുക. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം മോനെ. മുത്തുനബി പറയുകയാണ്. ആദ്യമായിട്ട് ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പല ഭർത്താക്കന്മാരും പറയാറില്ലേ, എന്റെ ഭാര്യയുടെ സ്വഭാവം അങ്ങനെയാണ്, എന്റെ ഭാര്യയുടെ സ്വഭാവം മോശമാണ്, എന്റെ ഭാര്യയുടെ സ്വഭാവം അങ്ങനെയാണ് ഉസ്താദേ എന്ന് പല ഭർത്താക്കന്മാരും പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരാതി എത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇസ്ബിർ, നീ ക്ഷമിക്കണം മോനെ, നീ ക്ഷമയുള്ളവനായി മാറണം മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് ഭാര്യ എന്നുള്ളത്, അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് ഭാര്യ എന്നുള്ളത് മറന്നു പോവണ്ട. നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് തന്ന അമാനത്താണ് പ്രിയപ്പെട്ട ഭാര്യ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതൊരു കാത്ത് സൂക്ഷിച്ച് അല്ലാഹു നിന്നെ ഏൽപ്പിച്ച വസ്തുവാണ് മോനെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ച വസ്തുവാണ് മോനെ, ഒരു അമാനത്താണ്. ആ അമാനത്തിനെ നീ പൊന്നുമോനെ കൊണ്ട് നടക്കണേ, ആ അമാനത്തിനെ നീ കാത്ത് സൂക്ഷിക്കണം മോനെ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയോട് പറയുകയാണ്, ഒരിക്കലും തന്നെ നീ അവളെ കരയിപ്പിക്കാൻ പാടില്ല. ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് നീ കാരണം അവൾ കരയാൻ പാടില്ല. നീ കാരണം നിന്റെ ഭാര്യ കരയരുത്. നിന്റെ ഒരു സ്വഭാവത്തിന്റെ കാരണം കൊണ്ട് നിന്റെ ഭാര്യ കരയാൻ പാടില്ല. നിന്റെ ഒരു പ്രവൃത്തിയുടെ കാരണം കൊണ്ട് നിന്റെ ഭാര്യ കരയാൻ പാടില്ല. നീ ദേഷ്യപ്പെടുന്ന കാരണം കൊണ്ട് നിന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും നിനക്കെതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നാണ്. അത് എന്തിനു വേണ്ടിയാണ്? നിന്റെ ഭാര്യ സ്വാലിഹായ ഭാര്യയാണ്, നിനക്ക് വേണ്ടിയുള്ള ഖിദ്മത്തെടുക്കുന്ന ഭാര്യയാണ്. എന്നിട്ട് പോലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭാര്യയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും അത് ഇഷ്ടപ്പെടൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്ന ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ തിരിച്ചു ചോദിക്കുകയാണ്, നീ വീട്ടിൽ നിന്നാണോ വരുന്നത്? അതെ, ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. നീ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നല്ലേ. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ? അത് മറന്നുപോയോ മോനെ? അത് മറന്നുപോയോ മോനെ? നിനക്ക് ഭക്ഷണം ഒരുക്കി തന്നതിന്റെ ഭാര്യയല്ലേ? നിങ്ങളെ മക്കളെ പരിപാലിക്കുന്നതാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങളെ ഈ വസ്ത്രം മലക്കി തരുന്നതാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങളെ വീട്ടിൽ ഖിദ്മത്തെടുക്കുന്നവരാരാ? തങ്ങളെ എന്റെ ഭാര്യയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതാരാണ്? തങ്ങളെ എന്റെ ഭാര്യയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ചോദ്യം അക്കമിട്ട് ചോദിക്കുകയാണ്, മോനെ നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ ഭാര്യ നിനക്ക് ഭക്ഷണമായിട്ട് കാത്തിരിക്കാറുണ്ടോ? ഉണ്ട് തങ്ങളെ.
ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കൂല. ഞാൻ വീട്ടിലെത്തിയ സമയത്താണ് എന്റെ ഭാര്യ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഖിദ്മത്തുകളൊക്കെ നിനക്ക് തിരിച്ചു തരുന്ന ഭാര്യയെ എങ്ങനെയാണ് നിനക്ക് കുറ്റം പറയാൻ മനസ്സ് വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭാര്യ എന്നുള്ളത് നിന്റെ കുടുംബത്തിന്റെ പ്രകാശമാണ്, നിന്റെ കുടുംബത്തിന്റെ വെളിച്ചമാണ്, നിന്റെ കുടുംബത്തിന്റെ മനോഹരമാണ്, നിന്റെ കുടുംബത്തിന്റെ സൗന്ദര്യമാണ്. വെറുതെ ഭർത്താവായാൽ മാത്രം പോരല്ലോ, വെറുതെ ഒരു ഭർത്താവായാൽ മാത്രം പോരല്ലോ, നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നീ പഠിച്ചിരിക്കണം ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ ബഹുമാനിക്കാനേ പഠിച്ചിരിക്കണം ചെറുപ്പക്കാരാ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മോശമായ സ്വഭാവത്തിന്റെ ഉടമ ആരാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമ ആരാണെന്നറിയോ? ഭാര്യമാരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാരാണ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമകളെന്ന് മദീനയുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഭാര്യമാരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാരാരാ? അവൾ അങ്ങനെയാണ്, അവൾക്ക് ഇങ്ങനെയൊക്കെ കുറവുകളുണ്ട്, അവൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് എന്തിനാണ് മോനെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത്? നിന്റെ പെണ്ണല്ലേ, നിന്റെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് പരിഹരിച്ചുകൂടെ? അത് കൂട്ടുകാരോട്, നാട്ടുകാരോട്, കുടുംബങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീര് കുടിപ്പിക്കാൻ പാടില്ല. ഭാര്യമാരുടെ കുറ്റം കുറവും പറഞ്ഞു നടക്കുന്ന ഭർത്താക്കന്മാർ അവരാണ് ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമയെന്ന് മദീനയുടെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് നേരെ തിരിച്ചും ഇങ്ങനെയാണ്. ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരുടെ മോശമായ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നടക്കുന്ന ഭാര്യമാരില്ലേ, ഭർത്താവിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു നടക്കുന്നവരാരാ? ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ കുടുംബങ്ങളോടും അയൽവാസികളോടും കൂട്ടുകാരികളോടും പറഞ്ഞു നടക്കുന്ന ഭാര്യമാരുണ്ടോ? അവരും ഏറ്റവും വലിയ മോശമായ സ്വഭാവത്തിന്റെ ഉടമകളാണെന്ന് മദീനയുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബിയെ ഉപദേശിക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ കാരണം കരയാൻ പാടില്ല. ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ, നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയെന്നറിയോ? ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്ന ഭർത്താവിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ആ പെണ്ണിന്റെ ശരീരത്തിലുള്ള തലയിലുള്ള മുടികളുണ്ടല്ലോ, അതിന്റെ 10,000 പതിമടങ്ങ് പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾ